അതെ ഗൈസ്, അവർ പറഞ്ഞതുപോലെ എന്നെയും കൊണ്ട് അവർ കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അത് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കണത്. പക്ഷേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളില്ലേ, രാവിലെ എഴുന്നേൽക്കണതും രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കണതും ഭക്ഷണം കഴിക്കണതും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കഴിഞ്ഞതായി ഇപ്പോൾ കടയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളെപ്പറ്റി ഓർത്തത്. കാരണം കടയിലൊക്കെ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കൂടി കൊണ്ടുപോകാറില്ലേ. ആ അപ്പോൾ പിള്ളേർക്ക് ബോറടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോണ വഴി റോഡ് സൈഡിലായിട്ട് കുറച്ച് തുമ്പപ്പൂവും കണ്ടു, കുറച്ച് തുളസിയും കണ്ടു, കുറച്ച് ചെണ്ടുമല്ലിയും കണ്ടു. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ആ വെയിലത്ത് കൂടി രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ആ വെയിലത്ത് കൂടി ഇങ്ങനെ നടന്ന് പോവാണ്. ഭയങ്കര ചൂടുള്ള വെയിലും അല്ല, ആ വെയിൽ കൊള്ളാൻ പറ്റിയ വെയിലാണ്. അങ്ങനെ അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ കടയിലെത്തി. പിള്ളേരെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇതേ നോക്കിക്കേ, താഴേക്ക് കുറേ ലേസൊക്കെ കൊണ്ടുവന്നിട്ടേക്കണം. നേരെ ഞാൻ അവരെ പിടിച്ച് വലിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു? കടയുടെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു. പയറുവർഗ്ഗങ്ങളും പരിപ്പും വെളിച്ചെണ്ണയൊക്കെ കണ്ട് പിള്ളേർ വളരട്ടെ. ലേസ് കണ്ടാണോ പിള്ളേർ വളരേണ്ടത്? നാക്ക് കുളുക്കണു. അപ്പോൾ നോക്കൂ, അവിടെ എന്തോ മറ്റേ ഡപ്പയിൽ നൂഡിൽസ് വെക്കൂലേ, കടയിൽ ഇങ്ങനെ ഡപ്പയിൽ നൂഡിൽസ് ഉണ്ടാവുമല്ലോ, അതേപ്പറ്റി അവൾ അഭിപ്രായം പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട മോളേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. കടയിൽ കയറിയ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. കാരണം അധികമൊന്നും മേടിക്കണ്ട, ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും കുടിക്കാനോ എന്തെങ്കിലും മേടിക്കാമെന്ന് ചോദിച്ചാൽ വന്നത്. പക്ഷേ കട മൊത്തം കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം, നാളത്തേക്ക് എന്തെങ്കിലും മേടിക്കാം, നാളത്തേക്ക് കറിക്ക് എന്തെങ്കിലും മേടിക്കാം. അങ്ങനെയാണ് നമ്മൾ വീട്ടമ്മമാർ. ഒരു സാധനം മേടിക്കാൻ വന്നാൽ 9 കൂട്ടം അങ്ങോട്ട് മേടിക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെയും. കയ്യിൽ കാശ് ഇച്ചിരി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കൂർക്ക കണ്ടു, മുഴുത്ത കൂർക്കയൊക്കെ ആയിരുന്നു, അതായത് വലിയ കൂർക്കൊക്കെ ആയിരുന്നു. പക്ഷേ നന്നാക്കാനുള്ള മടി കൊണ്ട് എനിക്ക് മൂടുണ്ടായിരുന്നില്ല, കൂർക്ക നന്നാക്കാനുള്ള മൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മേടിച്ചില്ല. വേറെ എന്തെങ്കിലും പച്ചക്കറി മേടിക്കാമല്ലോ എന്ന് ഓർത്ത് വേറെയിലോട്ട് കടന്നു. പിന്നെ 2 പേർക്കും ബലൂൺ വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും വീട്ടിൽ വെച്ച് പ്ലാൻ ചെയ്തതേ അല്ല. അവർ വിളിച്ചപ്പോൾ വന്ന് എൻ്റെ തെറ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കയ്യിൽ നിറയെ കവറായിരുന്നല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇച്ചിരി പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ അങ്ങോട്ട് മേടിച്ചു. ഇനി എപ്പോഴും കടയിൽ പോകണ്ടല്ലോ, ഇവറ്റകളെയും കൊണ്ട് പോകണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു, സോഡയും നാരങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈം സോഡ ഞാൻ ഉണ്ടാക്കി, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി 2 പേർക്കും ഗ്ലാസ്സിലാക്കി കൊടുക്കുകയാണ്. സോഡയും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല തണുത്ത സോഡ അല്ലേ, അപ്പോൾ 2 പേരും വലിച്ചു കുടിക്കുന്നുണ്ട്. ഇത് സ്ട്രോ എന്ന് പറഞ്ഞാൽ മറ്റേ ഷെയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ പാർസൽ മേടിച്ചിട്ട് വരില്ലേ, അപ്പോൾ ഷെയ്ക്കിൻ്റെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കളയാറൊന്നുമില്ല കേട്ടോ സ്ട്രോ. ഞാൻ കഴുകിയിട്ട് ഞാൻ നല്ലോണം കഴുകി വെച്ചിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് എടുത്ത് മാറ്റി വെക്കും. ഇതേപോലെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അവർ സൂപ്പർ എന്നൊക്കെ പറയുകയാണ്. അവർക്കൊരു ആശ്വാസം കിട്ടി, കാരണം വെയിലൊക്കെ കൊണ്ടിട്ട് നടന്നു വന്നതല്ലേ. അപ്പോൾ അവരെന്തൊക്കെ പറയണുണ്ട്. അങ്ങനെ അവർ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. 2 പേരും കൂടി ബലൂണൊക്കെ ഞാൻ വീർപ്പിച്ച് കൊടുത്തു. എൻ്റെ ശ്വാസമാണ് ആ ബലൂണിൻ്റെ ഉള്ളിൽ, കണ്ടോ, അത്ര എൻ്റെ ശ്വാസം പോയി. അപ്പോൾ അതങ്ങനെ വീർപ്പിച്ച് കൊടുത്തു. എന്നിട്ട് 2 പേരും കൂടി ഇനി അവിടെ കളിയായിരിക്കും. ഇനി പൊട്ടുന്നത് വരെ കളിയായിരിക്കും. പൊട്ടിക്കഴിയുമ്പോഴേ കരച്ചിൽ കേൾക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഫാനൊന്നും ഇട്ടിട്ടില്ല, കാരണം എന്തൊക്കെ പറയുന്നുണ്ട് ഫാനിനെ പറ്റി. അപ്പോൾ ഫാനൊന്നും ഇട്ടിട്ടില്ല, ഇടണ്ടെന്നാണ് പറഞ്ഞേക്കണം എന്നോട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരവിടെ കളിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളപ്പണിയിലോട്ട് വന്നു. അമ്മേ അങ്ങനെ അടുക്കളപ്പണിയിലോട്ട് വന്നു. പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ച്, അത് പാത്രം കഴുകി പെട്ടെന്ന് തന്നെ കഴുകിയിട്ടു. അങ്ങനെ വൃത്തിയാക്കാനൊക്കെ വൃത്തിയാക്കി കഴുകിയൊക്കെ ഇട്ടു. നല്ല സുന്ദര കുട്ടപ്പിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സിങ്കൊക്കെ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ അലക്കാനൊക്കെ ഉള്ളത് ഞാൻ വെളുപ്പിന് ഞങ്ങൾ അലക്കിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഡേ ഇൻ മൈ ലൈഫൊക്കെ തന്നെയാണ്, ഡേ ഇൻ അവർ ലൈഫൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഭാഗമൊക്കെ ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട്. ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. ഞാൻ പറയില്ല, കടയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് എടുത്തേക്കാം, ഇന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് തന്നെ മനസ്സ് തോന്നിയത്. അപ്പോൾ രാവിലെ തന്നെ അലക്കിയിട്ടായിരുന്നു. മെഡിക്കുക ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മേടിച്ച ബീൻസ് നാളത്തേക്ക് മതി, ഇന്നത്തേക്കല്ല, നാളത്തേക്കുള്ള ചുമ്മാ ഇരിക്കണമല്ല. അപ്പോൾ ബീൻസൊക്കെ ഒന്ന് നന്നാക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അരിഞ്ഞൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ആവശ്യം ചോറ് കൊണ്ടുണ്ടെങ്കിൽ തന്നെ പാടല്ലേ, വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന് അരിയൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റണില്ല. അപ്പോൾ ഇങ്ങനെ അരിയാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സാവധാനത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് നന്നാക്കി എടുക്കും, മനസ്സിലായില്ലേ? ഞാൻ അരിയാൻ വന്നിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ചൂടെടുത്തിട്ടേ പറ്റണില്ല. അപ്പോൾ ഇവളുമാരാണെങ്കിൽ ഫാൻ ഇടാൻ സമ്മതിക്കണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഫാനിടുന്ന കെഞ്ചി ഇവക്കുട്ടി ഇങ്ങനെയാണ് കേട്ടോ ഫാൻ ഇടണത്. കൈയൊന്നും എത്താത്തതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ച്, അതായത് ഡോർ അടഞ്ഞു പോകാണ്ടിരിക്കുന്ന ഒരു ബക്കറ്റ് വെക്കേ, ആ ബക്കറ്റ് വെച്ച് അവളിങ്ങനെ കൈ എത്തിച്ച് അങ്ങനെയാണ് അവൾ ഫാൻ ഇടണത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചീപ്പ് കൊണ്ട് ഒരു അറ്റടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവൾ ഫാൻ ഇടണത് കേട്ടോ.
അപ്പോഴും ഞാൻ അരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ മറന്നുപോയി. എന്താണ്, നമ്മുടെ ബീൻസിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഇങ്ങനെ നൂലില്ലേ, അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം ഉപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി തളിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കും. ഇങ്ങനെ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോട്ടെ. വിഷമൊക്കെ അടിച്ചിട്ടല്ലേ ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ വരുന്നത്. ഇപ്പോൾ ബീൻസ് ആയിക്കോട്ടെ, അച്ചിങ്ങ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വെണ്ടക്ക ആയിക്കോട്ടെ, ക്യാരറ്റ്, പിന്നെന്താണ്, അങ്ങനെ ഇങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്ന് വിചാരിച്ചിങ്ങനെ അച്ചിങ്ങ പയർ അങ്ങനെയൊക്കെ സംഭവങ്ങൾ, അതൊക്കെ ഞാൻ ഇങ്ങനെ ഉപ്പിട്ടൊക്കെ കഴുകിയിട്ടാണ് അരിയാറ്. കുറച്ച് നേരം വെക്കും ഇങ്ങനെ ഉപ്പിട്ടിട്ട്. അങ്ങനെ ഉപ്പിടാൻ വേണ്ടി പോയി വന്നപ്പോഴത്തേക്കും ദേ ഇവിടെ ഒരു ചേച്ചിയുടെ ബലൂൺ പൊട്ടി. അപ്പോൾ അവൾ കരയാണ്, നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ് കേട്ടോ പൊന്നൂസ്. അങ്ങനെ ബീൻസ് ഞാൻ കുറച്ച് നേരം ഉപ്പിലൊക്കെ പുരട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ അരിയാൻ തുടങ്ങിയിരുന്നു. കണ്ടോ, നല്ലൊരു കളറ് കുരുവാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ കുരുവും ബീൻസൊക്കെ കൂടി ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അല്ലാണ്ട് ബീൻസ് മാത്രം ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം അച്ചിങ്ങയാണെങ്കിൽ അതെ, അച്ചിങ്ങയുടെ കുരുവും അച്ചിങ്ങപ്പയറൊക്കെ കൂടി ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ അവരുടെ ബലൂൺ പൊട്ടിയപ്പോഴത്തേക്കും, അതായത് കുട്ടിയുടെ മാത്രമേ ബലൂൺ പൊട്ടിയുള്ളൂ, പൊന്നൂസിൻ്റെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, താഴെ കിടപ്പുണ്ട്. അപ്പോൾ ചേച്ചിനോട് കുറേ പറഞ്ഞു, എടുത്തോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു, ഞാനിങ്ങനെ കുരു ഇങ്ങനെ പൊളിച്ചിടുന്നതിൻ്റെ തൊണ്ടില്ലേ, അതുകൊണ്ട് കുട്ടിയും അരിയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പൊന്നൂസിൻ്റെ കത്തി എടുത്തു വന്നു. എന്നിട്ട് പൊന്നൂസും അത് വെച്ച് ഇങ്ങനെ അരിയാണ്. കത്തിയല്ലാട്ടാ, മറ്റേ കേക്കൊക്കെ മുറിക്കണ സംഭവമില്ലേ, ആ സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ. കൈയൊന്നും മുറിയില്ല, ആരും പേടിക്കണ്ട. അതിനെപ്പറ്റി ആരും കമൻറ്റ് ഇട്ടേക്കരുതിട്ടാ, എനിക്ക് വിഷമാവും അതുകൊണ്ടാണ്. അപ്പോൾ അവർ അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ്. എന്നെ ഹെൽപ്പ് ചെയ്യണമല്ല, അവരവിടെ ഇരുന്ന് അവരുടെ പണി നോക്കുകയാണ്. ഞാൻ എൻ്റെ ഇത് തുടരുന്ന ഞാൻ പറഞ്ഞേക്കണത്. എന്നിട്ട് പൊന്നൂസ് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി എൻ്റെ ബീൻസ് ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വെപ്പിച്ചു. അങ്ങനെ ചേച്ചി അനിയത്തും കൂടി അവിടെ നിന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ടും കിടന്നു. പിന്നെ ഞാൻ അരിയണ വീഡിയോ എങ്ങനെയാണെന്ന് എനിക്ക് ഇവക്കുട്ടിനെ കൂടെ എടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൾ എടുത്താൽ ശരിയാവില്ലല്ലോ, കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം അരിഞ്ഞത് കാട്ടിത്തരാം. ഇങ്ങനെ ഞാൻ കുനുകുനാന്ന് കൈ കൊണ്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ രീതിക്ക് ഞാൻ അരിയൂട്ടെ, ഇങ്ങനെ കൂട്ടത്തോടെ പിടിച്ചിട്ട് ചക 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 അത്ര സ്പീഡില്ലെങ്കിലും ഞാൻ അരിയും. എന്നിട്ട് എന്ത് ചെയ്തു, നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഈ അരിഞ്ഞതൊക്കെ ഇട്ട് വെച്ചു. എന്നിട്ട് നല്ല ഭദ്രമായി നമ്മൾ അടച്ചുറപ്പാക്കിയിട്ട് എവിടെ വെക്കും ഗായ്സ്, അതെ ഫ്രിഡ്ജിലോട്ട് വെക്കും. അങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ച് വന്നപ്പോൾ, അതായത് അരിഞ്ഞു പിടിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ഉച്ചയായി ഗൈസ്, വിശന്നു. അപ്പം എന്ത് ചെയ്തു, ഇന്നത്തെ സ്പെഷ്യൽ കാണണ്ടേ, ഉച്ചത്തെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു കാണണ്ടേ, പറയില്ല, ഞാൻ കാട്ടിത്തരാം. നോക്കൂ, ഇതാ ഇപ്പോൾ ഒരു ചെറിയൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിക്കാനായിട്ട് ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്, മുട്ട ഇട്ടിട്ട്, ഇച്ചിരി സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാവുന്നത് വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മുട്ട വറുത്തെടുക്കും, അല്ലെങ്കിൽ പൊരിച്ചെടുക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒറ്റൊരു വലിയൊരു മുട്ട വറുക്കലാണിത്. കാരണം ഞാനും കുട്ടിയും പൊന്നൂസൊക്കെ ഒരൊറ്റൊരു പ്ലേറ്റിലാണ് കഴിക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ഒരൊറ്റൊരു മുട്ട വറുത്തത് മതി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് മതി. അപ്പോൾ ഒരു വശം ആയപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തോട്ടൊന്ന് തിരിച്ചിട്ടു. പിന്നെ പ്രത്യേകം പറയാൻ മറന്നു കേട്ടാ, നമ്മളിപ്പോൾ മുട്ട പതപ്പിച്ച് വെച്ചില്ലേ, അതിൽ ഞാൻ കുരുമുളക് കൂടി ഇട്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുകയാണ്, ചുമ്മാ ഒരു ഭംഗിക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ചോറെടുക്കാൻ പോവാണ് ഗൈസ്. പിള്ളേർക്കും എനിക്കൊക്കെ നന്നായിട്ട് വിശന്നു. ഈ ഒരു പ്ലേറ്റിലാണ് ഞാനും ഇവക്കുട്ടിയും പൊന്നൂസും കൂടി കൈയിട്ട് വാരാൻ പോണത്. അപ്പോൾ എന്തെടുത്തൊരു നല്ല അടിപൊളി കുത്തിരി ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ട് ഭംഗിക്ക്, ഉണക്കച്ചെമ്മീൻ വറുത്തതുണ്ട്. പിന്നെ ഇതാ നല്ല വറ്റൽമുളകൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മോര് കാച്ചി എടുത്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതാ നമ്മുടെ മുട്ട വറുത്തത്, അല്ലെങ്കിൽ പൊരിച്ചതെന്നും പറയാം. ഞാൻ മുട്ട വറുത്തതാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഉച്ചത്തെ സ്പെഷ്യൽ. ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഈ പാവപ്പെട്ട അമ്മയുടെയും അമ്മയുടെയും മക്കളുടെയും സ്പെഷ്യൽ എന്നൊക്കെ പറയാനായിട്ട് ഇത്രയും വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ റൂമിലിരുന്നാണ് കേട്ടോ കഴിക്കണത്. ഞങ്ങൾക്ക് ഡൈനിങ് ടേബിളും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ റൂമിൽ ഞങ്ങളുടെ ബെഡിലൊക്കെ ഇരുന്ന് വിശാലമായിട്ടിരുന്ന് കഴിക്കും. പിള്ളേർ താഴെ ഇട്ട് വൃത്തികേടാക്കി അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ എന്തിനാണ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് ചുമ്മാ കസേരയിൽ ഇങ്ങനെ വടി പോലെയൊക്കെ ഇരുന്ന് കഴിക്കേണ്ട ആവശ്യം എന്താണ്, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്ന് കഴിക്കണം. എന്നുവെച്ചാൽ കിടന്നോ അങ്ങനെയൊന്നും കഴിക്കണം എന്നതിന് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിവർന്നിരുന്ന സാധാ നല്ല കുശാലായിട്ടിരുന്ന് കഴിക്കണതാണ് എനിക്കിഷ്ടം. നമുക്കിപ്പോൾ തറയിലിരുന്ന് കഴിച്ചാലും അതൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വിരകി അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്.
പിള്ളേർ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുന്നുണ്ട്, വാരി കഴിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നിർബന്ധിച്ചൊന്നും കഴിക്കരുത്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ പ്ലേറ്റിൽ ഇരുത്തിയൊന്ന് പിള്ളേരെ ഒന്ന് കഴിപ്പിച്ച് നോക്കിക്കേ. അവർ തന്നെ ഇങ്ങനെ ആസ്വദിക്കും. ഇത് ഞാൻ വറ്റൽമുളകിൻ്റെയൊക്കെ അതെടുത്ത് ഞാൻ ഞരടി എടുക്കണമായിരുന്നു. അപ്പോൾ ആ ഞരടി എടുത്ത് എൻ്റെ വായിലോട്ട് ഇങ്ങനെ കഴിക്കാനായിരുന്നു. പക്ഷേ ഇളയാൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ആ എരിവോട് കൂടി ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. അവൾക്ക് ഇഷ്ടമായി. ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കഴിച്ചാൽ പറയണതാ എരിവ് എന്ന് പറയണതാ. ആ എരിവൊന്നും അവൾക്കൊരു പ്രശ്നമേ ഇല്ല. അത് കണ്ടപ്പോൾ മൂത്ത ആൾക്കും വേണം. അപ്പം മൂത്ത ആൾക്കും വായിലിട്ട് കൊടുത്തു. കാരണം അവൾ പിന്നെ നമ്മൾ കൈയിട്ടൊക്കെ കഴിക്കണുണ്ടെങ്കിൽ അമ്മയുടെ കൈ കൊണ്ട് വാരി കൊടുക്കുമ്പോഴുള്ള സുഖം അത് തന്നെ വാരി കഴിച്ചാൽ കിട്ടുമോ ഗൈസ്? പറ. ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കണമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഞങ്ങളുടെ മാഗി മോൾക്കും ചോറ് കൊടുത്തു. മാഗി മോളും ആസ്വദിച്ച് കഴിക്കട്ടെ. അങ്ങനെ അവൾ കഴിക്കുകയാണ് ഗായ്സ്. ഇനി ശല്യം ചെയ്യണ്ട. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. മാഗിക്കും ചോറൊക്കെ കൊടുത്തു. ലാസ്റ്റ് പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ലേ ഗായ്സ്? സ്വാഭാവികം. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി പോവാണ്. എന്ത് പെട്ടെന്നാണ് ഞാൻ പാത്രം കഴുകിയത് ഗായ്സ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വന്നിരുന്നപ്പോഴത്തേക്കും ചേച്ചിക്ക് കുറച്ച് നേരം കാർട്ടൂൺ വേണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് കുറച്ച് നേരം കാർട്ടൂൺ കൊടുത്തു. പൊന്നൂസ് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പേപ്പറിലൊക്കെ എന്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ വായനാശീലം നല്ലതാണല്ലോ. അറിയില്ലെങ്കിലും ചുമ്മാ പടമൊക്കെ നോക്കി ഇങ്ങനെ നിന്നോളും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു കൊച്ച്. അങ്ങനെ എൻ്റെ കഴിവ് മൊത്തം ഞാൻ അങ്ങനെ പാടി അങ്ങോട്ട് തീർത്തു. പിന്നെ പൊന്നൂസിൻ്റെ ഡാൻസും. പിന്നെ ഒട്ടും ഞാൻ വൈകിപ്പിച്ചില്ല. കിടത്തി അങ്ങോട്ട് ഉറക്കാനായിട്ട് രണ്ടെണ്ണത്തിന് അങ്ങോട്ട് കിടത്തി. ഞങ്ങളുടെ ഫാൻ കണ്ട കറങ്ങണത് ഇങ്ങനെ സ്ലോ ആക്കി ഇട്ടേക്കണ കേട്ടോ. കാരണം ഭയങ്കര തണുപ്പ്. എന്താണെന്നറിയില്ല, നട്ടുച്ചക്ക് തണുപ്പേ. ഞാൻ അതുകൊണ്ട് കുറച്ചിട്ടേക്കണേ. ഭയങ്കര സ്പീഡാണ് കേട്ടോ കാറ്റിന്. അപ്പോൾ ഞാൻ കുറച്ചിട്ടേക്കണേണ്. പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേർ 2 ഫാനൊക്കെ ഇട്ടിട്ടാണ് പിള്ളേർ കിടക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാറ്റ് കുറച്ചാണ് ഇട്ടേക്കണത്. രാത്രി നമുക്ക് കിടക്കാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പായിരിക്കും. എവിടെ നിന്ന് ഉറങ്ങാൻ, പിള്ളേർ ഉറങ്ങാനോ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ കിടത്തി ഉറക്കി അവൾ രണ്ടുമാരും ഹാളിൽ വന്നിരിക്കണു. ഒരു 3 മണിയൊക്കെ ആകാറായിരുന്നു കേട്ടാ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കണ്ടപ്പോഴത്തേക്കും ഇവക്കുട്ടി എന്നോട് പറഞ്ഞു, അമ്മ ഒരു ചായ വെച്ച് അങ്ങോട്ട് കുടിച്ചേ, അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും എന്നും പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കേക്ക്, ഇത് കണ്ട, ഇതെന്തോ സ്പോഞ്ച് വെച്ച് ഞാൻ കേക്കാണ്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അവരും ഹാപ്പി ആവട്ടെ. ഞാൻ ചായ വെക്കാൻ തുടങ്ങണേക്ക് മുമ്പ് അത് അവർ കാലിയാക്കി. അവർ പെട്ടെന്ന് തന്നെ അത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ടും മതിയായില്ല. ഇഷ്ടപ്പെട്ട എന്ത് സാധനം ആയിക്കോട്ടെ, അവസാനം ഇങ്ങനെ പാത്രവും കൂടി നക്കുമ്പോഴാണ് അവർക്ക് ഒരു സംതൃപ്തി കിട്ടണത്. ചിലർ കണ്ടിട്ടില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നക്കി തിന്നണത്? അതുപോലെയാണ് ഇവരുടെ സ്വഭാവവും. എന്ത് പറയാനാ. അങ്ങനെ പൊന്നൂസ് കഴിച്ച പാത്രം, അതായത് നക്കി തുടച്ച പാത്രം താഴെ വെച്ചിട്ട് പോയി. കാരണം സിങ്കിലൊന്നും അവക്കടെ കൈ എത്തില്ല. ചേച്ചി സിങ്കിലിട്ടിട്ട് പോയി. പക്ഷേ പാത്രം ഒന്നും അങ്ങനെ കഴുകിപ്പിക്കുകയൊന്നുമില്ല, കുഞ്ഞല്ലേ. അപ്പോൾ അവൾ അവിടെ സിങ്കിലിട്ടിട്ട് അങ്ങോട്ട് പോവും. ഇവൾ താഴെ വെച്ചിട്ട് ഇങ്ങനെ പോവും. ഞാൻ അതേ എൻ്റെ ചായ റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ ചായ കൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പോണേണ്. റൂമിലോട്ട് പോകും നേരെ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ദേ പശു പോണ് പാടത്തേക്ക്. വൈകുന്നേരത്തെ ട്രിപ്പ് പോകണേ കേട്ടോ. വൈകുന്നേരം പാടത്ത് പോയി നിൽക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ടൊരു സന്ധ്യക്ക് മുന്നേ കൊണ്ടുവരുമായിരിക്കും റിട്ടേൺ. അപ്പോൾ അങ്ങനെ പോവാണ്. എന്ത് ഡിസിപ്ലിനായിട്ടാണ് പോണേ നോക്കിയേ. ഗുഡ് ഗേൾസ്. അങ്ങനെ പിള്ളേരെയും കൊണ്ട് കുറച്ചധികം നേരം മുറ്റത്തൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അവരവരുടേതായ രീതിയിൽ കുറച്ച് നേരമൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാൻ അകത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തുണി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തുണി കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി അലക്കണതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഇല്ല. അപ്പോൾ എന്നെപ്പോലെ എല്ലാവരും ഡെയിലി അലക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് അലക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലേ ഇരട്ടപ്പണി. അപ്പോൾ ഡെയിലി അലക്കുക. അങ്ങനെ അലക്കിയ തുണിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. പറിക്കാൻ പറ്റാത്ത കോവക്കൊക്കെ പഴുത്ത് താഴെ വീണ്. ഈ ഉറുമ്പുകൾ കാരണം. പുളിയുറുമ്പ മൊത്തം ഒന്ന് തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്ത് വന്നു. അപ്പോൾ എൻ്റെ പിള്ളേരെയൊക്കെ ഞാൻ 2 പേരും നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു. ഞാനും കുളിച്ചു. റൂമൊക്കെ അതിന് മുമ്പൊന്ന് വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് അടിച്ച് വാരി അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടു. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കുളിച്ച് വന്നത്. പക്ഷേ ഇനി ചോറ് വെക്കണം കേട്ടോ. കറിയൊക്കെ ഇരിപ്പുണ്ട്. കറി എന്ന് പറഞ്ഞാൽ മോര് കൂട്ടാനില്ലേ, അതിരിപ്പുണ്ട്. പിന്നെ മുട്ട, ഉച്ചത്തെ പോലെ തന്നെ മുട്ട ഒന്ന് വറുത്താൽ മതി. രാവിലെ കടയിൽ പോയില്ലായിരുന്നോ? അപ്പോൾ കടയിൽ പോയപ്പോഴത്തേക്കും ഇത് ഇത്രയും വലിയൊരു നൂഡിൽസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കണത്. അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു. 6 പീസ് ഉണ്ടാവും.
അപ്പോൾ ഇതിന് 2 എണ്ണം എടുക്കുകയുള്ളൂ, ആകെ 2 എണ്ണം എടുക്കുകയുള്ളൂ. ഒറ്റയടിക്ക് എല്ലാം കൂടി തീർക്കാനല്ല, ഇങ്ങനെ ഇച്ചിരിച്ചായിട്ട് വല്ലപ്പോഴും ഒരു മഴയൊക്കെ പെയ്താൽ നമുക്ക് തിന്നാൻ തോന്നിയാലോ ഉടനെ പോയി കടയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാനോ ഒന്നും നമുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടൊരു മഴ പെയ്യുമ്പോൾ കൊതി തോന്നുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കണേക്ക് തൊട്ട് മുമ്പ് രണ്ടും കൂടി തല്ല് പിടിച്ചിട്ട് വന്നതാണ്. നിങ്ങൾ ഇവരുടെ നല്ല മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ദേ പൊന്നൂസ് ചേച്ചീനെ അതേ മാന്തി ചേച്ചി എന്നെ പിടിച്ച് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമേ വന്നത്. ഇപ്പോൾ ഞാൻ പറയണ ഇവരോടൊക്കെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ വിഷയമേ മാറ്റി. എന്നിട്ട് പൊക്കത്തുള്ള കൈ കൊണ്ട് കട്ടിട്ടിപ്പാ പൊക്കത്തുള്ള പല്ലി എന്നൊക്കെ പറഞ്ഞ വിഷയമേ അവൾ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും കൂട്ടായി ഗായ്സ്. അങ്ങനെ ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നതിലോട്ട് കടന്നു. നന്നായിട്ടൊന്ന് വേവിക്കും, നന്നായിട്ട് ഞാൻ സിമ്മിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കൂട്ടാ, കാരണം പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഇപ്പി തന്നെ മേടിക്കണത്, അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാവട്ടെ. അങ്ങനെ നൂഡിൽസൊക്കെ ആയതിന് ശേഷം ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുക്കുകയാണ്. 2 പേർക്ക് ഞാൻ പാത്രത്തിലാക്കി 2 പേർക്ക് സ്പൂണൊക്കെ ഇട്ട് തല്ലുപിടുത്തമൊന്നും ഇല്ലാത്ത രീതിയിൽ 2 പേർക്കും കൊടുക്കുകയാണ്. ആസ്വദിച്ച് കഴിക്കട്ടെ. വല്ലപ്പോഴും ഇങ്ങനെ കൊടുക്കണതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഫുഡ് കൊടുത്ത് അവർക്കൊരു ഹാപ്പിനെസ് വേണ്ട. ഇതൊക്കെയല്ലേ ഉള്ളൂ. പുറത്ത് പോയിട്ടോ ഫുഡ് മേടിച്ച് കൊടുക്കണില്ല, പുറത്തോ കൊണ്ടുപോകണില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ആക്കണത് അവരെ. അപ്പോൾ വല്ലപ്പോഴും ഉള്ളൂ, എപ്പോഴൊന്നുമില്ല. തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് വന്നതാണ്, ചെറിയൊരു സൗണ്ട് വ്യത്യാസം. ഞാൻ ചട്ടിയിലും കഴിച്ചു കൂട്ടാ ഗൈസ്. പിന്നെ അതിന് ശേഷം എനിക്കൊരു ചായയും കൂടി കുടിക്കാനായിട്ട് തോന്നി. പറ്റണില്ല എനിക്ക്. വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ. ചായ കൂടി നിർത്താനായിട്ട് എനിക്ക് പറ്റണില്ല, ഒരു ടിപ്പ് പറഞ്ഞതാ. അങ്ങനെ ഞാൻ ചായ വെച്ച് കുടിച്ചു ഗൈസ്. പിന്നെ കുറച്ച് നേരം പിള്ളേരെ ഞാൻ കളിക്കാനായിട്ട് വിട്ടു. ഒന്ന് തുള്ളിച്ചാടി അവരൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവർ അങ്ങനെ കളിക്കുകയാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടേക്കുകയാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി ചോറിനിടാൻ പോവാണ്. കുക്കറിലല്ല കേട്ടോ വെക്കണത്, കാരണം കടയിൽ നിന്ന് മേടിക്കണ റൈസല്ല. ഇത് ഈ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കുക്കറിൽ വെക്കാനായിട്ട് പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ നൈസ് അരിയാണ്, വെള്ള അരിയാണ്, ഭയങ്കര കുഞ്ഞരിയാണ് നീളൻ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ആ അരി കൊണ്ട് ചോറുണ്ടാക്കണത്. ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൽ പട്ടയും കരഗ്രാമ്പൂ പിന്നെ എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഒരു ഇച്ചിരി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് അരി കുറേ നേരം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഞാൻ അരി കഴുകാനായിട്ട് ഇങ്ങനെ സിങ്കിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ജനലിൽ കൂടി കേൾക്കാം ഈ കോഴികൾ ഇങ്ങനെ വന്നിട്ട് കരയാണ്. കൊക്കോന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോറ് തുറന്നിട്ട് ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പാണ്, അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ വലിയ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, കുറേ ഇട്ട് കൊടുക്കണത് ഞാനാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി കുഞ്ഞി കൈകൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കും. അത് പിള്ളേർക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് അവർ ഇടണം കണ്ടോ. അത് പൊന്നൂസ് കുട്ടിയും കൂടി ഇടണം കേട്ടോ. രണ്ടുപേരും കൂടി പിന്നെ മത്സരിച്ചിടലായി. ഗോതമ്പാണ്, കോഴികൾക്ക് ഗോതമ്പും കൊടുക്കും അരിയൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ബാക്കി തന്നെ ചോറ് ബാക്കിയൊക്കെ കഴിച്ചോളൂല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴത്തേക്കും മഴക്കാറുണ്ടായിരുന്നു ഗായ്സ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഒരു വെള്ളക്കൊക്ക് പോയി ഒരു തെങ്ങിൻ്റെ ഓലയിൽ പോയി ഇരിപ്പുണ്ട്. എവിടെ അതേ ഇരിക്കണേ, കാണാൻ പറ്റുള്ള അതേ ഇരിക്കണേ. അങ്ങനെ ഞാൻ അവിടെ ഇന്ന് കൊക്കിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുമ്മാ കോവലിൻ്റെ ചെടിയിലോട്ട് ഇങ്ങനെ വള്ളി ചെടിയിലോട്ട് ഇങ്ങനെ നോക്കിയതാ. അപ്പോൾ അത് ആകെ കിടക്കണു കോവക്ക. അപ്പോൾ കയ്യെത്തും ദൂരത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും പറിക്കാം. ഇവിടെ എന്തായാലും മറ്റേ പുളിയുറുമ്പില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൈ കിട്ടിയ കോവക്കൊക്കെ അങ്ങോട്ട് പറിച്ചു. ആകെ ഇത്രേ കിട്ടിയുള്ളൂ, ആരും വിഷമിക്കേണ്ട. ഇതിന് മുമ്പ് കിട്ടിയതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് അരിഞ്ഞൊരു കഞ്ഞിക്കാണെങ്കിൽ ഒരു ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എന്താ ഞങ്ങളുടെ അവിടെ തന്നെ ആയിട്ട് കമ്മൽ പൂക്കൾ നല്ലോണം വിരിഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ. അതും കൂടി അങ്ങോട്ട് പകർത്തിയേക്കരിങ്ങ അവർക്കൊരു വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് പകർത്തി. പണ്ട് കുഞ്ഞിലൊക്കെ അത് കമ്മലൊക്കെ പോലെ ഇടുമായിരുന്നു, ചുമ്മാ ഒരു രസത്തിന്. പണ്ട് അങ്ങനെയായിരുന്നു, കമ്മൽ പൂന്നല്ല അതിനെ പറയണേ. അപ്പോൾ പിള്ളേർ ഇട്ടിട്ട് മതിയായില്ല, അവർ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഞാൻ ഇതൊക്കെ പകർത്തണ നേരത്ത് അവരുടെ പണി ഇതായിരുന്നു ഗായ്സ്. എന്നിട്ട് പൊന്നൂസിനെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും പൊന്നൂസിന് അതൊന്നും കൂസലല്ല. പൊന്നൂസ് ചിരിച്ചിട്ട് അത് പോയേക്കണേ വേറെ എടുക്കാനായിട്ട്. അങ്ങനെ കോവക്കയും പറിച്ചു. കമ്മൽപൂവിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി നന്നായിട്ട് വെട്ടിത്തിളച്ചായിരുന്നു. സോറിട്ടാ, അരി ഇടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചായിരുന്നു. അതിലോട്ട് ഞാൻ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സിമ്മിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും. പെട്ടെന്ന് വേവണ അരിയാണ്. അപ്പോൾ ബാക്കിയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയതും അല്ലാണ്ട് ചായ വെച്ചതൊക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കൈയോടെ. അതും കൂടി കഴുകി വെച്ചു. പിന്നെ നമ്മളിങ്ങനെ അടച്ച്
കലത്തിലെ പോലെയൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചോറൊക്കെ വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ പതഞ്ഞിങ്ങനെ അടുപ്പ് മൊത്തം വീഴും. മനസ്സിലായില്ലേ? ആ, ഞാൻ മിക്കപ്പോഴും കുക്കറിലാണ് ചോറ് വെക്കണം. പിന്നെ ഈ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേഗണ അരി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വേവിച്ചെടുക്കണത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അരിയൊക്കെ അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് പണി ഇവക്കുട്ടിക്കും പൊന്നൂസിനും കൊടുക്കാം. പൊന്നൂസിന് എഴുതാനായിട്ട് കൊടുത്തേക്കാണ്, തന്നെ എഴുതിക്കോളും. അതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ എഴുതാനായിട്ട് കൊടുത്തേക്കാണ്. ഇവക്കുട്ടിക്കാണെങ്കിലും ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ട്. വായനാശീലം നല്ലതാണല്ലോ. അപ്പോൾ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ മടിയാവും. സ്ഥിരം ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക്, പഴയ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കൊടുക്കും. അവളിങ്ങനെ വായിക്കും. എന്തെങ്കിലും അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ടുപേർക്ക് ഞാൻ പണി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അവരുടേതായ ജോലികൾ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അരി ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക. ഇവരുടെ ഒപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി, വേറെ പണിയൊന്നുമില്ല. ചോറാകുമ്പോൾ വാർക്കണം, അതൊക്കെയാണ് പണി. അങ്ങനെ ചോറൊക്കെ വെന്തു. നമുക്കിനിത് വാർക്കണം. വെള്ളം ഒഴിച്ചിട്ട് കോരി കൊട്ടയിലോട്ടാക്കി അങ്ങനെ വാർക്കും. ഇത് കണ്ടോ, ഈ പാത്രത്തിലോട്ടാണ് ഞാൻ ചോറ് കോരിയിടുന്നത്. അപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇങ്ങനെ അമർത്തി അടച്ച് വെക്കരുത്, ഇച്ചിരി ഏറ് പോണ പോലെ വെക്കണം. ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ വെന്ത് പോവും. പിന്നെ ചാമ്പക്ക ഉണ്ടായിരുന്നു, അത് ഞാനും ഇവക്കുട്ടിയും പൊന്നൂസൊക്കെ കൂടി കഴിച്ചു. ആദർശനും ഒരെണ്ണം വെച്ചു. പിന്നെ ആഴ്ച പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കപ്പയും പൊട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടെ കപ്പയും പൊട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്ലേറ്റൊന്നും എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ ഇതിൽ തന്നെ 4 പേരും കൂടി കൈയിട്ട് വരകി അങ്ങോട്ട് കഴിച്ചു. അതൊക്കെ ഒരു രസമല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. നല്ല ടേസ്റ്റുള്ള കപ്പയും പൊട്ടിയായിരുന്നു. ഞങ്ങൾ സ്ഥിരം ഒരു കടയിൽ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഇന്ന് ഇത്തിരി എരിവ് കൂടിപ്പോയി. അപ്പം അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വിശപ്പുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചോറും കൂടി കഴിക്കും. എന്തായാലും ചോറുണ്ടാക്കിയതല്ലേ. നേരത്തെയാണ് കപ്പയും പൊട്ടി കൊണ്ടുവന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 8 മണിക്കുള്ളിലാണ് ആഴ്ച കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 10 മണിക്കുള്ളിൽ വേണമെങ്കിൽ ഇച്ചിരി ചോറും കൂടി കഴിച്ചിട്ട് കിടന്നുറങ്ങാം. വേണമെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ ആ ചോറ് തൊടാണ്ടിരുന്നാലേ രാവിലത്തേക്ക് എടുക്കാം. രാവിലെ എപ്പോഴും ചോറാണല്ലോ. അപ്പോൾ നാളെ രാവിലത്തേക്കാണെങ്കിലും എടുക്കാം. തൊടാണ്ടിരുന്നാൽ മതി ആ ചോറ്. തൊട്ട് കഴിഞ്ഞാൽ ചോറ് ചീത്തായി പോവും അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച വൈൻഡപ്പ് ആണ്. അപ്പോൾ ഈ അമ്മയുടെയും മക്കളുടെയും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. അങ്ങനെ വീഡിയോ കുറേ ഇങ്ങനെ എടുത്തൊന്നും പരിചയമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്താണല്ലോ നമ്മളിപ്പോൾ ഓരോന്ന് പഠിക്കണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കണോ? ഫുഡ് കഴിക്കാത്തവരൊക്കെ പോയി ഫുഡ് കഴിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.